ക്ലിയർ ആയോ? യെസ്. ഒരു കാര്യം ചെയ്യാം, ഇവിടെ റെഡിൽ നമുക്ക് റേഷ്യോസ് എഴുതാം. 5, 3, 2. കൗണ്ട് നമുക്ക് ആക്ച്വൽ കൗണ്ട് 300, 200. ഇത് നമ്മൾ ഗസ് ചെയ്യുന്നതാണ്. നമ്മൾ ഗസ് ചെയ്താണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ആരെ കിട്ടി? അപ്പോൾ നമുക്ക് ബോയ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി നമ്മൾ ഗേൾസിൻ്റെ കാര്യത്തിലേക്ക് വരുവാണ്. അപ്പോൾ ഗേൾസിൻ്റെ ആ കാര്യത്തിലേക്ക് ഞാൻ ഇവിടെ എഴുതാം. ഗേൾസ് എത്ര പേരുണ്ട്? 400 പേരുണ്ട്. ഗേൾസ് എത്ര പേരുണ്ട്? 400 പേരുണ്ട്. ഓക്കെ. അപ്പോൾ ഗേൾസിൻ്റെ കാര്യം പറയുമ്പോൾ 1800 കൊടുത്ത് നോക്കിയാലോ? നമ്മൾ 1800 കൊടുക്കുമ്പോൾ 400, 800, പിന്നെ 800 ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് 400 തന്നെ ഇരിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? നമുക്ക് 2 കേസ് തന്നിട്ടുണ്ട്. ഒന്ന് ബിലോ 12 ഇയേഴ്സ് ആണ്, ഒന്ന് എബവ് 12 ഇയേഴ്സും 12 ഇയേഴ്സ് ആൻഡ് എബവ് ആണ്. അപ്പോൾ ടോട്ടൽ എത്രയാണെങ്കിൽ, ടോട്ടൽ 12 ആണെങ്കിൽ 12 ഇയേഴ്സ് ആൻഡ് അതിൻ്റെ എബവ് എന്താണ്? 5 പേരാണ്. ഇവിടെ ബാക്കി എത്ര ഉണ്ടാവും? 7 പേരുണ്ടാവും. ടോട്ടൽ 12 ആണെങ്കിൽ 12 ഇയേഴ്സ് ആൻഡ് എബവ്, 12 ഇയേഴ്സ് ആൻഡ് എബവ് എത്ര പേരാണ്? 5 പേരാണ്. ഓരോ 12 പേരിലും 5 പേര് 12 ഇയേഴ്സും അതിൽ കൂടുതലുള്ള ആൾക്കാരാണ്. റിമൈനിങ് ആണ് എന്ത്? റിമൈനിങ് 12 ഇയേഴ്സിനേക്കാളും കുറവാണ്. ക്ലിയർ ആയല്ലോ? 12 ഇയേഴ്സിനേക്കാളും കുറവാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ ഞാൻ സോൾവ് ചെയ്യുമ്പം 12 is equal to 400 അല്ലേ? നമുക്ക് 2 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 300. 1 is equal to എന്താണ്? 1 is equal to 100/3 ആണ്. സോ 7 ആവുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 700/3 കിട്ടും. ഇവിടെ എനിക്ക് എന്ത് കിട്ടും? 500/3 കിട്ടും. 700/3 500/3 കിട്ടും. എനിക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്? എൻ്റെ ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുള്ളത് സ്റ്റുഡൻസ്, അതായത് 12 ഇയേഴ്സിനേക്കാളും കുറവുള്ള ആൾക്കാരുടെ എണ്ണമാണ് എനിക്ക് തന്നിട്ടുള്ളത്. കുറവുള്ള ആൾക്കാരുടെ എണ്ണമാണ് എനിക്ക് തന്നിട്ടുള്ളത്. നോക്കിക്കോളൂ, നമുക്ക് നോക്കാം. കുറവുള്ളത് എന്ന് പറയുമ്പോൾ 300 ആണ് നമ്മുടെ നമ്പർ ഓഫ് ബോയ്സ്. ഗേൾസ് എന്ന് പറയുന്നത് 700/3